സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നത്തെ പ്രപണിതം ക്ലാവിസ് ദാവീദിൻ്റെ താക്കോലെന്നാണ്. ദാവീദുമായി ദൈവം ചെയ്ത സനാതനമായ ഉടമ്പടിയുടെ നിറവുകളിലേക്ക് തുറക്കപ്പെടുന്ന ഒരു രക്ഷാസൂത്രമാണ് ക്രിസ്തു, ദാവീദ് പുത്രനായ ക്രിസ്തു. അസിറിയൻ അധിനിവേശ ശ്രമത്തെ ദൈവം ഇല്ലാതാക്കിയ ഒരു സന്ദർഭത്തിൽ യൂദാഭവനത്തെ, ദാവീദിൻ്റെ ഭവനത്തെ ദൈവം ഉറപ്പിച്ചു നിർത്തിയ ഒരു ചരിത്രപരമായ ഇടൽ സാധ്യമാക്കിയ ഒരു പ്രയോഗമാണിത്. ഏഷ്യ 22:22. അത് കർത്തൃദാസൻ്റെ ഒരു ഭാവം കൂടിയാണ്. ഏഷ്യ 42:6-7 വരെ. മറ്റൊരു പടകയറ്റത്തിൻ്റെ ഭീഷണസന്ധിയിലാണ് ദൈവം ഇമ്മാനുവൽ പ്രവചനം എന്ന് കാഴ്ചവെക്കുന്നത്. ഏഷ്യ 7:10 മുതൽ. ഇസ്രായേൽ ഭവനത്തിനുള്ള ഒരു താക്കോൽ കൂടിയാണ് ഈ പ്രവചനം, ഹൃദയത്തിലേക്കുള്ള താക്കോൽ. ഹൃദയം തുറന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ മഹത്തായ അടയാളം കാണാൻ. എന്നാൽ ദൈവത്തിലേക്ക് ഹൃദയം തുറക്കാൻ വിസമ്മതിക്കുന്ന ആഹാസ് രാജാവ് നമുക്കൊരു ദൃഷ്ടാന്തമായി മാറുന്നുണ്ട്. ഏറ്റവും ആഴവും ഉയരവുമുള്ള ഒരു അടയാളം ദൈവം ഒരുക്കിയിട്ടും ആഹാസിന് അത് സ്വന്തമാക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ സ്വന്തം അബദ്ധജടിലമായ നിലപാടുകളിൽ ഉറച്ചുപോയിരിക്കുന്നു. അവന് ദൈവത്തിൻ്റെ പോലും സഹായം ആവശ്യമില്ലാത്ത അവസ്ഥ. ഇന്ന് സങ്കീർത്തനം 24 ദൈവസാന്നിധ്യത്തെ ജീവിത പ്രമാണമായിട്ടാണ് തിരിച്ചറിയുന്നത്. ദൈവസന്നിധിയിൽ അണയാൻ ആരെങ്കിലും കാക്ഷിക്കുന്നെങ്കിൽ അവർ ദൈവത്തെ കൃത്യമായി ആരാധിക്കുന്നവരും ധർമ്മനിഷ്ഠരും നീതിയുള്ളവരുമായിരിക്കണം. നീതിയും വിശുദ്ധിയും കൂടാതെ ആരാധനകൾ വ്യർത്ഥാചാരങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോവും. ഇങ്ങനെ ഹൃദയാർപ്പണം തന്നെയായ ആരാധന എന്തെന്ന് പരിശുദ്ധ കന്യക എന്ന് പഠിപ്പിച്ചു തരും. സങ്കീർത്തനം 40 അതിൻ്റെ വ്യാഖ്യാനമായ ഹെബ്രായർ 10 ചേർത്ത് പറയുന്നത് പോലെ മനുഷ്യാവതാരത്തിൻ്റെ കുറി പോലും അങ്ങനെയാണ്. ഇതാ ഞാൻ, അങ്ങ് എനിക്കൊരു ശരീരം തന്നു, അങ്ങ് എനിക്കൊരു ചെവി തുറന്നു തന്നു അങ്ങയുടെ വചനം കേൾക്കാൻ. ഇതാ അങ്ങയുടെ ഹിതം നിറവേറ്റാനായി ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങ് ബലികൾ ആഗ്രഹിച്ചില്ല, പകരം ഇതാ ഞാൻ. ഇതേ നിശ്ചയമാണ് മനുഷ്യാവതാരത്തിൻ്റെ ദിശാബോധം. ഇതേ നിശ്ചയമാണ് ഇന്ന് പരിശുദ്ധ കന്യക മംഗളവാർത്ത കേൾക്കുമ്പോൾ ഉണർത്തിക്കുന്നതും. ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന്. വചനത്തെ മാംസമണിയിക്കുന്നൊരു ജീവിതസന്ധിയാണിത്. ലൂക്ക 1:26 മുതൽ. അവിടുത്തെ വചനം എന്നിൽ നിറവേറട്ടെ. എമ്മാനുവൽ പ്രവചനത്തിൽ ഏഷ്യ യുവതി എന്നർത്ഥം വരുന്ന ആൽമ എന്നൊരു പദമാണ് ഉപയോഗിച്ചത്. ഒരു സ്ത്രീ എന്നർത്ഥം വരുന്ന ഈഷ എന്നൊരു പദം അവൻ ഉപയോഗിച്ചില്ല. കന്യക എന്നർത്ഥം വരുന്ന ബത്തൂള എന്നുമല്ല. പകരം ദ്വയാർത്ഥം വിരിയുന്ന മധ്യവർത്തിയായ അർത്ഥം പേറുന്ന ആൽമ, യുവതി എന്നൊരു വാക്ക്. മത്തായി ശ്ലീഹ കന്യക, പാർത്തനോസ് എന്നാണ് അതിനെ വ്യാഖ്യാനിച്ച് വായിച്ചെടുത്തത്. എമ്മാനുവൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അത് പരിശുദ്ധാത്മ പ്രേരണയിൽ ശ്ലീഹ പകരുന്നതാണ്. ഒരു യുവതി, അവൾ കന്യകയല്ല എന്ന് ഏഷ്യ പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ സാധ്യതയുള്ള യുവതി എന്നൊരു പദത്തിൽ നിന്ന് അവൾ കന്യകയാണ്, കന്യക ഗർഭം ധരിച്ചവളാണ് എന്നൊരു നിർണയത്തിലേക്ക് എത്തിച്ചേരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അത് ദൈവത്തിൻ്റെ കയ്യൊപ്പാണ്. മാത്രമല്ല അതിൻ്റെ മറുവശം എന്നോണം വന്ധ്യയായി പോയ എലിസബത്തിൻ്റെ ഗർഭധാരണം ഒരടയാളമായി പരിശുദ്ധ കന്യകയ്ക്ക് നൽകപ്പെടുന്നുമുണ്ട്. ഏഷ്യ പറഞ്ഞതുപോലെ ആഴവും ഉയരവുമുള്ള വളരെ ഗഹനമായ ഒരു അടയാളമാണ് ഇമ്മാനുവൽ എന്നത്. ദൈവം നമ്മോടുകൂടെ. പേപ്പൽ ധ്യാനഗുരുവായ കപ്പുച്ചൻ റോബർട്ടോ പാസൊളീനി പറയുന്നത് പോലെ എലിസബത്തും പരിശുദ്ധ മറിയവും ഒരേ കണ്ണിയിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ പോർട്ടൽ ഓഫ് ഓവ്, വിസ്മയത്തിൻ്റെ വാതിൽപ്പടി അവർ കടക്കുന്നു എന്നതിൽ. മനുഷ്യാവതാര രഹസ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവർ രണ്ടുപേരും സുദൃഢമായ ചുവടുകൾ വെച്ചുകൊണ്ട് ആ ദൈവിക വിസ്മയത്തിലേക്ക് കണ്ണു തുറക്കുന്നുണ്ട്. ഉവ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയം, അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത്. പഴയ ജീവിത നിലപാടുകൾക്ക് നേരെയാണ് അല്ല എന്ന് എലിസബത്ത് പറഞ്ഞത്. സ്നാപകന് പേരിടേണ്ടി വരുമ്പോൾ അവന് മുറപ്രകാരം സഖറിയ എന്ന് കൊടുക്കേണ്ടിയിരിക്കെ അവളുടെ ചാർച്ചക്കാരിൽ ആർക്കുമില്ലാതിരുന്ന യോഹന്നാൻ എന്നൊരു പേരാണ് അവൾ ഉറപ്പിച്ചു പറഞ്ഞത്. ദൈവം ഒരുക്കുന്ന പുതുവിസ്മയങ്ങളെ കാണാനുള്ള വലിയ കണ്ണാണ് അവർക്ക്.